കുട്ടികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്, തർക്കമില്ല. ഓരോ അമ്മമാരും ജീവൻ പണയം വെച്ച് അത്രത്തോളം ബുദ്ധിമുട്ടിൽ കൂടെ തന്നെയാണ് ഓരോ കുട്ടിക്കും ജന്മം കൊടുക്കുന്നത്. എത്ര ബുദ്ധിമുട്ടിയാലും എത്ര പെയിൻ നമുക്ക് അവർ തന്നാലും നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം നമ്മൾ അമ്മയായി കഴിഞ്ഞാൽ അമ്മയായി എന്നുള്ള അഹങ്കാരം തന്നെയാണ്. അതൊരു അഹങ്കാരം തന്നെയാണ്. പക്ഷേ അമ്മയാകാത്ത ഒരു വ്യക്തിയെ നോക്കി നീ ഒരു മച്ചിയാണ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്നതോ അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യവുമല്ല. എന്ത് പേഴ്സണൽ റിവെഞ്ച് ആണെങ്കിൽ പോലും ഒരു വ്യക്തിയുടെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മയായി നിലനിൽക്കുന്ന ഒരു വിഷയത്തിനെ വീണ്ടും വീണ്ടും കുത്തി നോവിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല. നമ്മൾ സ്ത്രീകളെ ഇകഴ്ത്താൻ മിക്കവാറും അവരെ അഭിസാരികകളെന്നാണ് പറയുക. കാരണം ഒരു പെണ്ണും സ്വന്തം മാനം വിറ്റ് ജീവിക്കാൻ ആഗ്രഹിക്കത്തില്ല. മാനം നഷ്ടപ്പെടുന്നത് ഒരു പെണ്ണിനും ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരു കാര്യമല്ല. ആണുങ്ങൾക്ക് അത് ബയോളജിക്കൽ നീഡാണെങ്കിൽ പെണ്ണിനത് സൈക്കോളജിക്കൽ നീഡെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് സെയിം തന്നെയാണ്. ആഗ്രഹങ്ങൾ തോന്നിയാൽ പോലും നമുക്കൊരു സൈക്കോളജിക്കൽ നീഡ് തന്നെയാണത്. നമുക്ക് ഇഷ്ടപ്പെടാത്ത, നമുക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ബന്ധവുമായി നമ്മൾ മുൻപോട്ട് പോകില്ല. ആണുങ്ങൾ അങ്ങനെയല്ല. അവരുടെ ബയോളജിക്കൽ നീഡിന് അനുസരിച്ചിട്ട് വളരെ റെയറായി ചിലർ മാത്രം സ്വന്തം കൺട്രോളൊക്കെ കീപ്പ് ചെയ്യും. അല്ലാത്തവരൊക്കെ തന്നെ ശരി ഇതൊരു നീഡാണല്ലോ എന്ന് കരുതി പോകുന്നവരുമുണ്ട്. അതിനകത്ത് അവർക്കൊരു കുറ്റബോധവും വരാറില്ല. അപ്പം ഇന്ന് അതല്ല വിഷയം എന്നുള്ളത് കൊണ്ട് അതിലേക്ക് ഞാൻ ഡെപ്തിൽ പോകുന്നില്ല. പക്ഷേ ഈ ഒരു വീഡിയോന് ചെയ്യേണ്ട എന്ന് വെച്ച് മാറ്റി വെച്ചതാണ്. കാരണം ഈ സ്ത്രീയോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ലവലേശം ബുദ്ധിയോ ബോധമോ മാന്യതയോ ഇല്ലാത്ത ഈ സ്ത്രീക്കെതിരെ നിയമ നടപടിയാണ് നല്ലതെന്ന് തോന്നിയിട്ട് മിണ്ടാതിരിക്കുകയാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ഇത് കാണുമ്പോൾ പറയാതെ പാടില്ല, അറയ്ക്കുന്നു. എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, ഒന്നാമത് ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള മനുഷ്യരോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. ദയവ് ചെയ്ത് ഈ സ്ത്രീയെ 7 അയലത്ത് അടുപ്പിക്കരുത്. നിങ്ങൾക്ക് ദൈവദോഷം ഉണ്ടാകും. കാരണം ദൈവം പകച്ചിട്ട് അല്ലെങ്കിൽ ദൈവം അത്രത്തോളം ശപിച്ചിട്ടൊരു ജന്മമാണത്. അല്ലെങ്കിൽ ഇത്രത്തോളം ഭീകരമായ ഒരു വൃത്തികേട് ഇവിടെ മനസ്സിൽ പോലും തോന്നില്ല. മാത്രമോ അവളുടെ ടൈം ലൈനിൽ നോക്കൂ, ആ പെൺകുട്ടിയുടെ പടം നോക്കൂ. അതിൻ്റെ പടം വെച്ച് അവളെ തന്നെയാണ് എന്ന് കാണിച്ചുകൊണ്ടാണ്. എനിക്കറിയില്ല ഇതിനെതിരെ പണിഷ്മെൻറ്റ് ഉണ്ടാകുമോ, ഇത്തരത്തിൽ മോശം പറഞ്ഞാൽ കേസെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ വളരെ വൃത്തികെട്ട രീതിയിൽ അവഹേളിക്കുന്നതിന് വനിതാ കമ്മീഷൻ ഇടപെട്ട് കേസെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് നീതി നേടിക്കൊടുക്കേണ്ട ഒരു ആവശ്യഘട്ടമുണ്ട്. ഇവളുടെ ഈ അഹങ്കാരത്തിനാണ് ചാനലുകാർ പോയി ഇവർക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്നു, ചാനലുകാർ തൂക്കി തലയെ വെക്കുന്നു, അവളെ വെച്ചുകൊണ്ട് പ്രോഗ്രാംസ് ചെയ്യുന്നു. ഇത്രയും മനസ്സിൽ ക്യാൻസർ പിടിച്ചൊരു സ്ത്രീ ഇനിയുണ്ടോ കേരളത്തിൽ? എന്നെ കുറേയധികം പെൺകുട്ടികൾ വിളിച്ചിരുന്നു. മക്കളില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിച്ച് ഒരുപാട് വർഷക്കാലം ട്രീറ്റ്മെൻറ്റ് നടത്തി കുഞ്ഞുങ്ങളുണ്ടായ അമ്മമാർ, അല്ലാതെ തന്നെ കുട്ടികൾ ഉണ്ടാകാത്തവരൊക്കെ ചിലരൊക്കെ പൊട്ടി കരയുകയാണ്. എന്താണ് ഈ കേൾക്കുന്നത്? എന്ത് വൃത്തികെട്ട രീതിയിലാണ് പറയുന്നത്. അപ്പം പരസ്പര ശത്രുത ഉണ്ടെങ്കിൽ ആ ശത്രുതയ്ക്ക് നമുക്ക് പല രീതിയിൽ പറയാം. പക്ഷെ ഒരാളുടെ ഊനം അല്ലെങ്കിൽ ഒരാളുടെ കുറവുകളെ നോക്കി പറയണത് എത്ര ക്രിമിനൽ ഇതാണെന്ന് നോക്കൂ. ആ സ്ത്രീക്ക് ആരോടും എല്ലാവരെയും തോൽപ്പിക്കണം, എല്ലാവരെയും മോശം പറയണം. അത്രത്തോളം വൾഗറാണ്. ഇവൾ ആദ്യം തുടങ്ങി തന്നെ ഷാജിദ പറഞ്ഞുകൊണ്ടാണ്. ഷാജിയെ മുമ്പ് ഇവൾ പറഞ്ഞത് എന്തിരടേ ഏതമ്മച്ചിയടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ഈ മുതുക്കളവി പറഞ്ഞ കാര്യമാണ്. ഈ സ്ത്രീയെ പറ്റി എനിക്ക് സത്യം പറഞ്ഞാൽ അതിനകത്തൊരു എക്സ്പ്ലനേഷൻ ഇല്ല. ഒരു കാര്യം ഞാൻ പറയാം, ഈ പാപത്തിന് ഒരു കാരണവശാലും ഇവളെ ദൈവം വെറുതെ വിടത്തില്ല. കൃഷ്ണന്റെ പടം വരച്ച് ഫേമസ് ആയ ഒരു സ്ത്രീയുടെ നാവിൽ നിന്ന് വീഴുന്ന അപരാധങ്ങളാണിത്. ഏറ്റവും മ്ലേച്ഛമായ ഭാഷയിൽ സംസാരിക്കുന്ന ഈ സ്ത്രീ മറ്റൊരു സ്ത്രീയെ പോക്കൃത്തരം പറഞ്ഞാൽ, ഇപ്പം നമ്മൾ തെറി വിളിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മോശം പറഞ്ഞാലോ ഈ ഒരു വിഷയം പറഞ്ഞ ഒരു സ്ത്രീയെ അധിക്ഷേപിക്കുന്നത് ഒരു കാരണവശാലും ക്ഷമിക്കാൻ പറ്റത്തില്ല. ഏറ്റവും മോശപ്പെട്ട ഒരു സ്ത്രീക്ക് മാത്രമേ മറ്റൊരാളുടെ ഈ ഗർഭപാത്രത്തിൻ്റെ കാര്യം പറഞ്ഞ് കളിയാക്കാൻ പറ്റുള്ളൂ. ദൈവം കൊടുത്ത പണിഷ്മെൻ്റ് ആയിരിക്കാം. ഇനി അതേ പണിഷ്മെൻറ്റ് നിനക്കും വരാമല്ലോ. നിനക്കുള്ള 2 മക്കൾ ഇല്ലാണ്ടായിപ്പോയല്ലോ. അങ്ങനെ വരാതിരിക്കട്ടെ. സത്യമായിട്ടും അങ്ങനെ കുട്ടികൾക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ. പക്ഷെ അങ്ങനെ വന്നാൽ അത് സത്യം പറഞ്ഞാൽ കുട്ടികളെ കൂടെ ബാധിക്കുന്ന രീതിയിലുള്ള തെണ്ടിത്തരല്ലേ ഇവൾ പറയുന്നത്. എൻ്റെ നാട്ടിൽ സത്യം പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ തന്നെ ഇങ്ങനെ 2 ഫാമിലി ഉണ്ട്. അതിൽ എൻ്റെ കുടുംബത്തിലെ ഏറ്റവും ഇളയ എൻ്റെ ഉമ്മയുടെ ഒരു സഹോദരൻ, ഏറ്റവും ഇളയ സഹോദരന് മക്കളുണ്ടായില്ലായിരുന്നു. വാശിക്കാണ് ഈ 2 പെണ്ണുങ്ങൾ അവരെ വിളിച്ചുകൊണ്ടിരുന്നത്. എപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. തമ്മിൽ തല്ലും ബഹളം ഒക്കെ ആകുമ്പോഴത്തേക്ക് അതിര് തർക്കത്തിനും മറ്റുമൊക്കെ 24 മണിക്കൂറും അങ്ങേരെ വിളിക്കുന്ന മലട എന്നാണ്, അതേപോലെ ഭാര്യയെ വിളിക്കുന്ന മച്ചി എന്നാണ്. നിരന്തരം ഞാൻ ഇത് കേട്ടാണ് വളർന്നത്. എനിക്ക് വളരെ വിഷമം അപ്പോഴൊക്കെ തോന്നിയിരുന്നു. പക്ഷേ ഡെപ്ത് എപ്പോഴാണ് മനസ്സിലായെന്നറിയാമോ? അവരുടെ ഒരേ ഒരു ആൺതരി, ഈ 2 പെണ്ണുങ്ങൾക്കും ഓരോ ആണേ ഉള്ളൂ, ഒരു ആൺകുട്ടിയേ ഉള്ളൂ. ഈ 2 പേരും വിവാഹം കഴിച്ചു, 2 പേർക്കും മക്കളില്ല. ഇതെൻ്റെ കുടുംബത്തിലെ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. എനിക്കിന്നത് മനസ്സിലാക്കും. കർമ്മ എന്ന് പറയുന്നത് അച്ചസലായിട്ട് കിട്ടുക തന്നെ ചെയ്യും. ഇന്ന് അവരുടെ ഏറ്റവും വലിയ നൊമ്പരമാണ് ആൺകുട്ടികൾ. ആ 2 ആൺമക്കൾക്കും അത് നോക്കേ മറ്റാർക്കുമില്ല. വേറെ ആരും ഇത്തരത്തിലുള്ള ഒരു പ്രയോഗം നടത്തിയിട്ടില്ല. അതേസമയം അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ പോയി 2ാമതൊരു വിവാഹം കഴിച്ചാൽ അദ്ദേഹത്തിനൊരു മകളുണ്ടായി. ഈ പറയുന്നവർ ഇന്നും പൈസ എന്ന് പറഞ്ഞാൽ ഇട്ടുമൂടാൻ പണമുണ്ട്. എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടും അവരെ കൊണ്ട് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഞാനത് പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. പറയുന്നത് പോലും തെറ്റാണ് എന്നാണ് ഞാൻ ഫീൽ ചെയ്യുന്നത്. ഒരാൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തത് അവരുടെ അത്രത്തോളം വേദനിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. 2 പേർക്കും കുഴപ്പമില്ല, മെഡിക്കൽ സയൻസ് അന്തം വിട്ട് നിൽക്കുന്നു. എന്താണ് അതിന് കാരണം? അതുപോലൊരു കാരണം ആ കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് ഓർക്കുമ്പോഴാണ് സങ്കടം തോന്നുന്നത്. ബാക്കി എല്ലാം പോട്ടെ,
എല്ലാ വഴക്കുകളും നമുക്ക് പറഞ്ഞു തീർക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ പറയുമ്പോൾ ആ സ്ത്രീയെ നിരന്തരം ഇത് തന്നെ ആവർത്തിച്ച് പറയുമ്പോൾ അതിൽ കിട്ടുന്നൊരു സുഖം എന്താണെന്ന് അറിയത്തില്ല. ഇവൾ ഒരുത്തനെ കൊണ്ടുവന്ന് അടുത്തിരുത്തും, എന്നിട്ട് അവൻ പറയുന്ന മോശം എന്തെല്ലാം വൃത്തികേടാണ് ആ ചെറുക്കൻ വിളിച്ചു പറയുന്നത്. ഇത് ചോദിക്കാൻ ആളില്ലാണ്ടല്ലേ, ആ നാട്ടിൽ മനുഷ്യരില്ലാണ്ടല്ലേ. മാത്രവുമല്ല, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ദൈവവിശ്വാസത്തിന്റെ പുറത്ത് ഇത്രയും വൃത്തികെട്ട നാക്ക് പുഴുത്ത ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്നാണ് നിങ്ങളത് വാങ്ങിയിട്ടുള്ളത്. ഏത് അവളുണ്ടാക്കിയ ആ ചിത്രം തിരിച്ചു കൊണ്ട് കൊടുക്കൂ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനും ആ ശാപക്കേട് ഉണ്ടാവും. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറഞ്ഞാണ്, അത് വെച്ച് നിങ്ങൾ പൂജിക്കല്ലേ, അതിനകത്ത് ദൈവമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കല്ലേ, ഒരിക്കലും ഉണ്ടാവില്ല. ഇവൾ വരച്ച ചിത്രം ആര് വെച്ചിരിക്കുന്നു അത് തിരിച്ചു കൊണ്ട് അവിടെ മുഖത്തെറിഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. ഇവളെപ്പോലെ ഒരു വൃത്തികെട്ട സ്ത്രീയുടെ കയ്യിൽ നിന്ന് കണ്ണനെ വാങ്ങിച്ച് വീട്ടിൽ സൂക്ഷിക്കേണ്ടി വരുന്നതോളം ഗതികേട് വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അത്ര നെറികെട്ട സ്ത്രീയാണ്. ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്, നമ്മൾ എന്ത് ചെയ്യുന്നോ അതിൻ്റെ കർമ്മഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമുക്കൊരാളോട് ദേഷ്യം തോന്നി 10 പള്ളു പറഞ്ഞു, അതിൽ കഴിയും. പക്ഷെ അവരുടെ ഏറ്റവും മോശപ്പെട്ട ഒരു ഭാഗമായ അവരുടെ ഊനം, അതും ദൈവം കൊടുത്ത പണിഷ്മെൻ്റ് ആയിരിക്കാം. ഇപ്പം കാലുകൾക്ക് സ്വാധീനക്കുറവ്, കൈകൾക്ക് സ്വാധീനക്കുറവ്, കണ്ണ് കാഴ്ച ഇല്ലായ്മ, ഇതിനെയൊക്കെ നമ്മൾ പറയാൻ പോയാൽ നമുക്ക് എത്ര വേഗം അത് നമ്മളിലേക്ക് എത്തും. അങ്ങനെ എത്തില്ല എന്ന് നിങ്ങളെന്താ ഉറച്ചു വിശ്വസിക്കുന്നത്? നടക്കില്ലേ? തീർച്ചയായിട്ടും നടക്കും. ഒരാൾക്കും ക്ഷമ കൊടുക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു വൃത്തികേടാണ് ഈ സ്ത്രീ ഇരുന്നുകൊണ്ട് പറയുന്നത്. ഒരു വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. എന്താ വെച്ചാല് മഞ്ജുപിള്ള പറയുന്നുണ്ട്, ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ് അല്ലെങ്കിൽ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു മൊമെന്റ്, അതേപോലെ എൻ്റെ മാതാവിനെ വെച്ച് എന്നെക്കുറിച്ചും നിരന്തരമായിട്ട് പറയുന്ന സമയത്താണ് തൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളും അതേപോലെ ഡെലിവറി പെയിനും വയറ് കൂടിയ സമയത്തുള്ള ശ്വാസമുട്ടലും ഒക്കെ വല്ലാതെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഒക്കെ കഴിഞ്ഞ് ഡെലിവറി പെയിൻ കിട്ടിയ സമയത്ത് ആ ജീവൻ പിഴച്ചിൽ കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിനെ കയ്യിൽ കിട്ടിയപ്പോൾ അതായിരുന്നു ഇന്നേ വരെ ജീവിതത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്നായിരുന്നു പറഞ്ഞത്. അപ്പം അതിന് നിരന്തരമായിട്ട് ഒരു പേര് വിളിക്കുന്ന ഒരു സ്ത്രീ ഉണ്ട്, ആ പേര് ഞാൻ പറയുന്നില്ല. ആ സ്ത്രീ എൻ്റെ മക്കളെക്കുറിച്ച് വളരെയധികം മോശമായിട്ടാണ് സംസാരിക്കുന്നത്. അതേസമയം തന്നെ എന്നെക്കുറിച്ചും എൻ്റെ ഉമ്മാനെ വെച്ചിട്ട് വളരെയധികം മോശമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞുതരാം. കാരണം ആ സ്ത്രീ ഒരു അമ്മയല്ല, ആ സ്ത്രീക്ക് അമ്മയാവാൻ പറ്റില്ല. കാരണം ഒരു അമ്മ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതൊരു അമ്മയാവുക തന്നെ ചെയ്യണം. എനിക്ക് കുറച്ച് കുടവയറുണ്ട്, ആ കുടവയറിനെ വെച്ച് എനിക്ക് ദിവ്യഗർഭമാണെന്ന് പറഞ്ഞ സ്ത്രീയും കൂടിയാണ് ഈ സ്ത്രീ. അപ്പോൾ എനിക്ക് ആ സ്ത്രീയോട് പറയാനുള്ളത്, എനിക്ക് ദിവ്യഗർഭമാണെന്നെങ്കിലും പറയാൻ നിന്റെ നാവ് പൊന്തി. നിനക്കൊരു ഗർഭമുണ്ടോ എന്ന് പോലും ചോദിക്കാൻ, ഗർഭം എന്ന് പറയാൻ പോലും ഒരാളുടെ നാവ് നിന്റെ നേരെ പൊന്തുന്നില്ലാതെ പെണ്ണേ. അപ്പോൾ മഞ്ജുപിള്ള പറഞ്ഞ സത്യമാണ്, നമ്മുടെ ലൈഫിൽ ഏറ്റവും വല്ലാത്തൊരു ദിവസങ്ങൾ എന്ന് പറയുന്നത് ആ 9 മാസം 9 ദിവസവും 9 മണിക്കൂർ 9 നാഴിക എന്നൊക്കെ പറയും. പണ്ടുള്ളവർ പറയുന്നതാണ്, ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും 9 നാഴികയും കണ്ടാണ് എന്നതിന് ശേഷം ആ കുഞ്ഞ് ഡെലിവറി ആളിലൂടെ പുറത്തു വരുന്നത്. അപ്പോൾ ചിലർ ചോദിക്കും, ഈ 7 മാസത്തിലും 6 മാസത്തിലൊക്കെ ഈ മാസം തികയാതെ മാസം തികയാതെ പ്രസവിച്ചിരിക്കുന്ന കുറേ കുഞ്ഞുങ്ങളില്ലേ, അപ്പോൾ അവർക്ക് എന്താ 80 ദിവസം ഒന്നും പിടിക്കത്തില്ലേ എന്ന് ചോദിക്കുന്നവരോട് അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ കേട്ടിരിക്കുന്നത്, പക്ഷെ ഞാനൊന്ന് 9 മാസം 9 ദിവസം 9 നാഴികയാണ് കേൾക്കുന്നത് ഞാൻ പ്രസവിച്ചത്. എനിക്കെന്ന് വെച്ചാൽ ആദ്യത്തെ സിസേറിയൻ കൂടുതൽ കേട്ടാൽ വല്ലാണ്ട് അരുവരുപ്പ് വരും, അതുകൊണ്ട് ഞാനത് കേൾക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, നമ്മൾ മറ്റൊരാളുടെ മാതൃത്വത്തിനെ അല്ലെങ്കിൽ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തതിനെ കളിയാക്കിയാൽ നമ്മുടെ കൂടെയുള്ള കുഞ്ഞു പോലും നമുക്ക് കൈനഷ്ടം വരും. ദൈവം ആ പണിഷ്മെന്റ് നമുക്ക് കാണിച്ചു തരും. നമുക്കത് അച്ചസട് കിട്ടുക തന്നെ ചെയ്ത് തർക്കമേ ഇല്ല. ജസ്ന, നീ ചെയ്യുന്ന തെറ്റിന്റെ വ്യാപ്തി നിനക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. നിന്റെ ഉമ്മയെ വെച്ച് അവൾ പറഞ്ഞ അവൾക്കുമുണ്ടല്ലോ അമ്മ, അങ്ങനെ പറയൂ, അതല്ലേ അതിന്റെ രീതി. അല്ലെങ്കിൽ വേറെ എന്തെല്ലാം പറയാം, നിന്നെ അവൾ എന്ത് പറയണോ അതെല്ലാം ഓപ്പോസിറ്റ് പറയാം. അവൾക്ക് ഇല്ലാത്തൊരു കാര്യം, അവൾ ഏറ്റവും വേദനിക്കുന്ന ഒരു കാര്യം അതെടുത്ത് വെച്ച് പറഞ്ഞ് നീ ജയിച്ചു എന്നാണോ നീ വിചാരിക്കുന്നത്? ഇത് ദൈവത്തിന്റെ മുമ്പിൽ നീ കൊടുക്കുന്ന ഏറ്റവും നികൃഷ്ടമായ ഒരു സംഗതിയാണ്. അതിന്റെ പണിഷ്മെന്റ് അവിടുന്ന് എത്ര വലിയ ഇതായിട്ട് കിട്ടുമെന്ന് നിനക്ക് വല്ല രൂപവുമുണ്ട്? സത്യം പറഞ്ഞ പെണ്ണെ, എനിക്ക് നിന്നെ ഓർത്ത് സങ്കടമാണ്. ഈ ഒരു വിഷയത്തിൽ നീ അനുഭവിക്കാൻ പോകുന്ന ചില്ലറയൊന്നും ആയിരിക്കത്തില്ല. അങ്ങേയറ്റം മോശമായ ഒരു അന്ത്യമാണ് നിന്നെ കാത്തിരിക്കുന്നത്. അതിൽ ആ കുട്ടികൾ കൂടി ബാധിക്കപ്പെടുമെന്നുള്ളതാണ് വസ്തുത. നീ ആരുടെയോ കയ്യിലെ കളിപ്പാവയാണ്, എന്തിനോ വേണ്ടി കിടന്ന് തിളക്കിയാണ്. നിനക്ക് യാതൊരുവിധ സാമൂഹിക ബോധമോ യാതൊന്നുമില്ല. അതുകൊണ്ടാണ് നീ ഇത്തരത്തിൽ വാശിയുടെ പുറത്ത് പല തോന്നിവാസങ്ങളും വീണ്ടും വീണ്ടും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തിരിക്കുന്ന നാറിയും കൂടെ ഇരുന്ന് ആ പെണ്ണിനെ ഇത് വിളിക്കുമ്പോൾ നാളെ അവനൊക്കെ ഉണ്ടാകുന്ന ഗതികേട് എന്താണ്? അവന് വിവാഹം കഴിച്ച് ഒരു കുടുംബജീവിതത്തിൽ പോകേണ്ടവനല്ലേ? ഇനിയിപ്പോൾ നീ ആണെങ്കിൽ തന്നെ അവൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നടക്കും തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നും നിങ്ങൾക്ക് വരത്തില്ല എന്ന് എന്താ എത്ര ഉറപ്പ്? നിങ്ങളുടെ കൂടെയുള്ള കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കില്ല എന്ന് എന്താ ഉറപ്പ്? ഒരു ഊരണ കടിച്ചാൽ പോരേടി, ഒരല്പം മനസാക്ഷി കാണിക്കടി. എന്ത് വൃത്തികേടാണ് ആ പാവപ്പെട്ടവളെ പറ്റി പറയുന്നത്. ഒരു കാരണവശാലും നിനക്ക് ദൈവത്തിന്റെ കോടതിയിൽ മാപ്പേ കിട്ടാത്തൊരു വൃത്തികേടാണ് നീ പറയുന്നത്. ഏതൊരു പെണ്ണിന്റെയും ഏറ്റവും വലിയ വേദന അതാണ്. അവൾ അനുഭവിക്കുന്ന, അവളുടെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ, അവൾ അനുഭവിക്കുന്ന ഒരുപാട് രീതിയിലുള്ള ഡിപ്രഷൻ, ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആ വേദന മനഃപൂർവ്വം ഉൾക്കൊള്ളാൻ തയ്യാറെടുക്കുന്നതാണ് ഓരോ പെണ്ണും. അതിൽ പരം ഒരു സന്തോഷം ഒരു പെണ്ണിനില്ല. അതില്ലാതാവുക, അത് കിട്ടാതെ വരിക, പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ അതില്ലാണ്ട് ജീവിക്കുമ്പോൾ കിട്ടുന്ന അവഹേളനം, കുത്തുവാക്കുകൾ, അതിനെ മറികടക്കാൻ എന്തെല്ലാം സഹിക്കേണ്ടിയിരിക്കുന്നു. ആ പാവപ്പെട്ടവളെ ഇങ്ങനെ അവഹേളിക്കാൻ നിന്റെ നാക്ക് പുഴുത്തു പോകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്.
നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്താം. എനിക്ക് ഇതിനേക്കാൾ വൾഗറായി പറയാൻ വയ്യ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ വൾഗറിസം പറയണമെന്നുണ്ട്. ഇതിനകത്ത് എന്ത് വന്നാലും ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. വൃത്തികെട്ട സ്ത്രീ, വൃത്തികെട്ട സ്ത്രീ. നീ അമ്മ എന്ന രീതിയിൽ ആ മക്കൾക്ക് അപമാനമാണ്, ആ കുട്ടികൾക്ക് അപമാനമാണ്. മറ്റൊരു സ്ത്രീയുടെ മാതൃത്വത്തിനെ കളിയാക്കിക്കൊണ്ടുള്ള നിന്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിന് നിന്റെ നാക്ക് പുഴുത്തു പോകട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ സമൂഹനീതിയോ അല്ലെങ്കിൽ പുരോഗമനവാദമോ ഇല്ലാത്തൊരു സ്ത്രീയാണെന്ന് പറഞ്ഞാലും ഒന്നുമില്ല. ഇതിനകത്തൊന്നും ഒരു പുരോഗമനവും ഇല്ല. ഒരു സ്ത്രീ അവഹേളിക്കാവുന്നതിൻ്റെ എക്സ്ട്രീം ലെവലിൽ പോയി അവരെ പറയാവുന്നതിൻ്റെ മാക്സിമം പറഞ്ഞതും പോരാതെ ഇത്തരത്തിലൊരു വൃത്തികേട് പറയുന്ന ഇവൾക്ക് അത്രയും നല്ല പണിഷ്മെൻറ്റ് കിട്ടട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.